അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സ്റ്റേജിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എടത്തനാട്ടുകര മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ, സദസ്സിലുള്ള എൻ്റെ സ്നേഹനിധികളായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഓൺലൈനിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം വീണ്ടും ഒരു പ്രോഗ്രാം കൂടി സംഘടിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പ്രബോധന കൂട്ടായ്മ തൗഹീദി പ്രബോധനത്തിന്, ആദർശ പ്രബോധനത്തിന് വേണ്ടിയാണ് രൂപീകൃതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വഴിയിലെ ഒരു അവസരമായി മാത്രമാണ് ഈ പ്രോഗ്രാമിനെ കാണുന്നത്. ഒരു മനുഷ്യൻ്റെ പരലോക വിജയത്തിന് നിദാനമായിട്ടുള്ള ആദർശം, അത് വ്യക്തമായ പ്രമാണത്തോടു കൂടി, ദൃഢബോധ്യത്തോടു കൂടി മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ്. അത് പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള ഒരു സുവർണാവസരമായി കൊണ്ടാണ് ഈ പ്രോഗ്രാമിന് ഇതിൻ്റെ ഭാരവാഹികൾ നോക്കിക്കാണുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ വളർന്നു വന്നതും ഇങ്ങനെ ഖണ്ഡന പ്രസംഗങ്ങളും മറുപടികളും വിശദീകരണങ്ങളും നാട്ടിൽ നടത്തിക്കൊണ്ട് തന്നെയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ആണിക്കല്ലും യഥാർത്ഥത്തിൽ ആദർശം മാറ്റുരക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ തന്നെയാണ്. ഇത് ഒരു കൊമ്പ് കോർക്കലോ വിദ്വേഷം തീർക്കലോ പരസ്പരം അകലുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കലോ അല്ല. മറിച്ച് ആദർശപരമായ ഒരു വ്യക്തതയ്ക്കു വേണ്ടി വളരെ ആലോചിച്ചും ചിന്തിച്ചും
ആസൂത്രണം ചെയ്തും തന്നെയാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രബോധന മേഖലയിലെ ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയവും ആരോഗ്യവും പണവും അത് ഏറെ പ്രയോജനപ്രദമായിരിക്കുമെന്നും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പ്രതിഫലാർഹമായിരിക്കുമെന്നും ഉറച്ചു വിശ്വാസമുള്ളവരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകർ. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാം രണ്ടാമതൊന്നുകൂടി ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ പണ്ഡിതന്മാർ അക്കമിട്ട് ഉന്നയിച്ച വിഷയങ്ങൾക്ക് വസ്തുനിഷ്ഠമായ മറുപടികൾ പറയാൻ യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് സാധ്യമായിട്ടില്ല. മറിച്ച് അവർ നേരത്തെ പറഞ്ഞവ തന്നെ തിരിച്ചും മറിച്ചും പല വിധത്തിൽ ആവർത്തിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, വ്യക്തി ആക്ഷേപങ്ങൾക്ക് കാര്യമായ ഊന്നൽ അവർ നൽകുകയും ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ പണ്ഡിതൻ, അദ്ദേഹം മുജാഹിദായിരുന്നപ്പോൾ എന്നാണ്, ഇപ്പോൾ അല്ല എന്നാണ് അർത്ഥം. ഹാരിസ് ഇബ്നു സലീം മുജാഹിദായിരുന്നപ്പോൾ, TK അഷ്റഫ് മുജാഹിദായിരുന്നപ്പോൾ അവർ പറയാൻ ശ്രമിക്കുന്നത് ഇവരാരും ഇപ്പോൾ തൗഹീദിന്റെ മാർഗത്തിൽ ഉള്ളവരല്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ ആദർശവും അയാളുടെ വ്യക്തിത്വവും വിലയിരുത്തേണ്ടത് അയാളുടെ ജീവിതത്തിൽ നിന്നാണ്. വാക്കുകളിൽ നിന്നോ പേരുകൾ കൊണ്ടോ പറച്ചിൽ കൊണ്ടോ ഒരാളുടെ ആദർശത്തെ വിലയിരുത്തുകയല്ല വേണ്ടത്. അയാൾ ഉൾക്കൊള്ളുന്ന ആദർശം അത് എങ്ങനെയാണ് അയാൾ ജീവിതത്തിൽ പാലിക്കുന്നത്, അതിനോടുള്ള സമീപനം എന്താണ് എന്നതാണ് പരിശോധിക്കേണ്ടത്. ഇവരെല്ലാവരും പൊതുജനങ്ങൾക്ക് ഇടയിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ സങ്കടകരമായ പിളർപ്പുകൾക്ക് മുമ്പും ശേഷവും ഇവിടെ ജീവിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ ആക്ഷേപിക്കുമ്പോൾ, അയാളുടെ ആദർശത്തെ മലിനീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, തീർച്ചയായും അയാൾ ജീവിക്കുന്ന പരിസരത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും അവർ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഒരു നൂറ്റാണ്ട് കാലം ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ള ആദർശത്തിന് വിരുദ്ധമായി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആദർശത്തിലോ ജീവിതത്തിലോ ഇവർ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ് ഇവർ വിശദീകരിക്കേണ്ടത്. കാരണം ഇപ്പോൾ ജീവിക്കുന്ന അവരുടെ ആശയവും ആദർശവും പണ്ട് എന്തായിരുന്നുവോ അത് തന്നെയാണ് ഇന്നുമുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അവർ പറഞ്ഞ ആ കുപ്പായം അവർക്കാണ് യഥാർത്ഥത്തിൽ ചേരുക. കാരണം ഈ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള KM മൗലവിയും വക്കം മൗലവിയും അമാനി മൗലവി അടക്കമുള്ള കേരളത്തിൽ തൗഹീദി പ്രസ്ഥാനത്തിന്റെ അമരക്കാർ പ്രമാണങ്ങളോട് ഏതൊരു സമീപനമാണോ സ്വീകരിച്ചത്, ആ സമീപനത്തിന് വിരുദ്ധമായ ഒരു നീക്കം ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന കൂട്ടായ്മയിലെ നേതൃത്വത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് കാണിച്ചു തരാൻ ഇവർക്ക് സാധ്യമല്ല. എന്നാൽ ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ
ഇവർ ഇന്ന് നിൽക്കുന്നിടത്ത് നിന്ന് പരിശോധിച്ചാൽ ഇവർക്കാണ് മുജാഹിദായിരുന്നപ്പോൾ എന്ന പ്രയോഗത്തിന് അർഹതയുള്ളവർ. സ്വഹീഹായ ഹദീസുകളെ നിഷ്കരുണം തള്ളുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങൾക്ക് എതിരായ ആദർശവും അശ്അരി ചിന്തകളും അതേപോലെ തന്നെ ഷിയായിസത്തിലേക്ക് കടന്നു വരുന്ന മറ്റുള്ള ചിന്തകളിലേക്ക് കടന്നു പോകാവുന്ന വാതിലുകളും തുറന്നുവെച്ച് ഭൗതികവാദത്തിന്റെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ നിഷേധത്തിലേക്കും കടന്നു പോയത് ഇവരാണ് എന്നുള്ള വസ്തുത ഇവരെ ചൂണ്ടിയാണ് മുജാഹിദായിരുന്നപ്പോൾ എന്ന് പറയാൻ ഒരു തെളിവ് പോലും ഇല്ലാത്ത വിധം ഇവർ ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളത്. ഇവർ പറയുന്ന ആക്ഷേപങ്ങൾ ഏതൊന്നെടുത്ത് പരിശോധിച്ചാലും ഇത് തന്നെയാണ് വസ്തുത എന്നുള്ളതാണ്. അതുകൊണ്ട് തങ്ങളുടെ എഴുത്തിലും തങ്ങളുടെ പറച്ചിലും തങ്ങളുടെ സംഘടനയുടെ പോസ്റ്ററിലും മുജാഹിദ് 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 എന്ന് 1001 തവണ എഴുതിയാലും യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ഏറ്റെടുക്കുവാനോ അതിന് പിന്നാലെ നടക്കുവാനോ നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് വസ്തുത. ഇവർ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രസ്ഥാനവും ഒരു പ്രോഗ്രാമുമായി കേരളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് മുജാഹിദിന്റെ പാരമ്പര്യം തങ്ങൾക്ക് ലഭിക്കാതെ പോകുമോ എന്ന ഭയത്തിൽ നിന്നാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാർ അവർ പാരമ്പര്യത്തെക്കുറിച്ച് എവിടെയും വാദിച്ചിട്ടില്ല, മറിച്ച് അവർ ജീവിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്നാണ് ആദർശത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നിങ്ങൾ നാവിൽ മാത്രമാണുള്ളത്. നിങ്ങളുടെ വിശ്വാസത്തിലോ നിങ്ങളുടെ ആചാരത്തിലോ നിങ്ങളുടെ പെരുമാറ്റത്തിലോ കഴിഞ്ഞു പോയ സലഫി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ ഒരേട് പോലും ഏറ്റെടുക്കുവാനുള്ള അർഹത നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് നിങ്ങളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രോഗ്രാമുകൾ ഈ കേരളത്തിൽ സംഘടിപ്പിക്കുമ്പോഴും ഈ പ്രസ്ഥാനം വളർന്നു വലുതായിട്ടേ ഉള്ളൂ. തിരക്കുകൾക്കുമേൽ തിരക്കുകളാണ് ഉള്ളത്. ഇന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രമുഖരായ പണ്ഡിതന്മാരും പ്രാസംഗികരും ഇവിടെ വരാത്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഇത്തരം വാക്കോപചാരങ്ങൾക്ക് മറുപടി പറയാൻ ഇനി സമയം കൊടുക്കാനില്ല എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് വെറുതെ ഇരിക്കാൻ നേരമില്ല. കാരണം അവർ പറഞ്ഞതിന്, നമ്മൾ ഉന്നയിച്ച അവരുടെ ആദർശ പാപ്പരത്വത്തിന് മറുപടി പറയാതെ ആക്ഷേപങ്ങളിലേക്കും പരിഹാസങ്ങളിലേക്കും കടന്നു പോയപ്പോൾ, പ്രമാണങ്ങൾ കൊണ്ട് മറുപടി പറയാൻ അവർക്ക് കഴിയാതെ പോയപ്പോൾ, ഇനി ഇങ്ങനെ ഇവർക്ക് വേണ്ടി നമ്മുടെ വലിയ പണ്ഡിതന്മാരും സംഘടനാ നേതാക്കളും സമയം കളയേണ്ടതില്ല എന്നും നമ്മുടെ പണ്ഡിതന്മാരിൽ വളർന്നു വരുന്നവരുടെ സാന്നിധ്യം മാത്രം മതി ഇവർക്ക് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാമിന് മറ്റുള്ളവരെ നമ്മൾ എത്തിക്കാതിരുന്നത്. കാരണം ഈ പ്രസ്ഥാനം വളർച്ചയുടെ പടവുകൾ ഓരോന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാമോ, മുജാഹിദ് പ്രസ്ഥാനം ആക്ഷേപങ്ങൾക്ക് നേരെ മുഖം തിരിക്കാത്ത പ്രസ്ഥാനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ സന്ദർഭങ്ങളിലും പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദഅവാ രംഗത്ത് നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ കണ്ണന്നൂരിൽ ഒരു സുന്ദരമായ പള്ളി ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ വളർന്നു വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിന് തൊട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ജില്ലയിലെ വിളത്തൂരിൽ, പട്ടാമ്പിയിലെ വിളത്തൂരിൽ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിനും ഒരു ദിവസം മുമ്പാണ് മങ്കടയിലെ ചെറുമുക്കിൽ ഒരു പുതിയ പള്ളി നമുക്ക് വേണ്ടി വന്നത്. ചേളാരിയിൽ പള്ളി വന്നു. ചാവക്കാട് മംഗലാങ്കുന്നത്ത് അതിന് 2 ദിവസം മുമ്പാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. എന്തിനേറെ, ലക്ഷദ്വീപിലെ കിൽത്താനിൽ ഒരു പള്ളി കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. റമദാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. റമദാനോടനുബന്ധിച്ച് ധാരാളം പള്ളികൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഞാൻ പറഞ്ഞത്, ഈ ആക്ഷേപങ്ങളും ഈ പരിഹാസങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും ഇതിനെ, ദീനിനെ ശരിയായി സ്നേഹിക്കുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘത്തിന്റെ കൂടെ അണിചേരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. എടത്തനാട്ടുകര മണ്ഡലത്തിൽ നമുക്കറിയാം, പിലാച്ചോലയിൽ പള്ളിയുണ്ട്. അതിന് മദ്രസക്ക് സ്ഥലമെടുത്ത് അതിന്റെ പ്രവർത്തനങ്ങളിലാണ്
നമ്മുടെ പ്രവർത്തകർ ഉള്ളത്. നോക്കൂ നിങ്ങൾ, അലനല്ലൂർ മണ്ഡലത്തിൽ കൊടിയങ്കുന്ന് വലിയൊരു പള്ളി, അതിന് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്ത് ആലടിപ്പുറത്ത് പള്ളിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ധാരാളം സ്ഥാപനങ്ങളും പള്ളികളും ഈ ഒരു കൂട്ടായ്മയുടെ കീഴിൽ തൗഹീദിന് വേണ്ടി പടയൊരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. എന്തിനാണിത് പറഞ്ഞതെന്നറിയുമോ? നമ്മൾ ഈ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അടുത്ത ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ജാമിയ അൽ ഹിന്ദിന്റെ വാർഷിക സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളിലാണ് ഇതിന്റെ മുഴുവൻ പ്രവർത്തകരുമുള്ളത്. ഇതിന്റെ വീക്കിലിയാണ് നേർപ്പദത്തിന്റെ വരിച്ചേൽക്കലിന്റെ സമയമാണിപ്പോ. അതിന്റെ ഫീൽഡിലാണ് നമ്മുടെ പ്രവർത്തകർ ഉള്ളത്. ഇൻഷാ അല്ലാഹ് സൗദി മതകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഡോക്ടർ അവ്വാദ് ബിൻ സബ്തി അൽ അനസി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ പാണക്കാടുള്ള വനിതാ ക്യാമ്പസിലെത്തുമ്പോൾ നമുക്കവിടെ ചേർന്നിരിക്കേണ്ടതുണ്ട്, കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, നമുക്കവിടെ പങ്കെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അതിന്റെ പൊതുസമ്മേളനത്തിന് 4 മണിക്ക് വാഹനം ഏർപ്പെടുത്തി നമുക്ക് ഇവിടുന്ന് പോകേണ്ടതുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ദഅ്വാ രംഗത്ത് നിറഞ്ഞ സാന്നിധ്യത്തോടു കൂടിയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കൊപ്പത്ത് KNM ഉയർത്തിവിട്ട ആക്ഷേപങ്ങൾക്ക് ഇതേപോലെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് KNM. അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കൊപ്പത്ത് നമ്മളൊരു പ്രോഗ്രാം നടത്തി. ഈ കേരളത്തിലെ മുക്കുമൂലകളിൽ തൗഹീദിന്റെ പ്രഭാഷണവുമായി യൂത്ത് വിങ് തസ്ഫിയ പ്രോഗ്രാമുമായി കടന്നു പോകുന്നു. QHLS വനിതാ വിജ്ഞാന വേദി, ഇങ്ങനെ നിറഞ്ഞ ദഅ്വാ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയേണ്ടുന്ന മുഴുവൻ വിഷയങ്ങളും, ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് മൂസ സ്വലാഹി വസ്തുനിഷ്ഠമായി മറുപടി പറയുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത? അവർ ഒരു കാര്യം കേട്ടാൽ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് എന്താണ് പ്രമാണബദ്ധമായി പറയാനുള്ളത് എന്ന് അവർ പരിശോധിക്കും. ഒരു കാര്യം കേട്ടാൽ ആഴത്തിൽ പഠിക്കും. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മൾ സുന്നികളോട് ഖണ്ഡനമണ്ഡന പ്രസംഗങ്ങൾ ധാരാളമായി കേരളത്തിൽ നടത്തിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം കേരളത്തിൽ വേരൂന്നി വന്നത്. നമുക്കറിയാം, അവിടെയൊക്കെ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് പ്രാമാണികമായി സലഫിന്റെ മാർഗത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം കൃത്യമായി പറയുമ്പോൾ വ്യാജരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അവർ പറയുന്നൊരു മറുപടിയുണ്ട്. എന്താ മറുപടി എന്നറിയോ? ഞങ്ങൾ വാപ്പകാരണവന്മാരായി തുടരുന്ന ഈ ആദർശത്തിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ് എറിഞ്ഞോടിക്കാനാണ് അവർ ശ്രമിക്കാറുള്ളത്. എന്നാൽ ആ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ഈ പ്രസ്ഥാനം നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ പ്രസംഗം മുഴുവൻ കേൾക്കാനും അവർ ഉദ്ധരിച്ച പ്രമാണങ്ങളൊക്കെ ഒന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വായിക്കാനും പഠിക്കാനും, ഒരു പ്രസംഗം ആദ്യാവസാനം കേൾക്കുവാനും, ഒരു ലേഖനം പൂർണ്ണമായും വായിക്കാനും തയ്യാറായിട്ടുള്ള മറ്റു ആദർശത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നത് കാണുവാൻ പറ്റും. കാരണം ഇത് സലഫിന്റെ മാർഗമാണ്. ആ സലഫിന്റെ നേതാവ് എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ അനുയായികൾ സഹാബത്ത് എങ്ങനെയാണോ ജീവിച്ചത് എന്നറിയണമെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു വന്നാൽ, ആ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ അവർക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. അവർ ആചരിക്കുന്നതും അവർ വിശ്വസിക്കുന്നതും ശിർക്കും ബിദ്അത്തുമാണ് എന്ന് 14 നൂറ്റാണ്ട് മുമ്പുള്ള പ്രവാചകന്റെ ജീവിതത്തിലേക്ക് സലഫി കൂട്ടായ്മ കൊണ്ടുപോകുമ്പോൾ അവർ തിരിച്ചറിയുമ്പോഴാണ് അവർ മെല്ലെ മെല്ലെ മുജാഹിദായിത്തീരുന്നത്, അനാചാരങ്ങളിൽ നിന്നും ഷിർക്കിൽ നിന്നും മോചിതരായിത്തീരുന്നത്. അത് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ഈ ചിന്തകളൊക്കെ മാറിക്കിട്ടും. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഉപരിവിപ്ലവമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെ മാത്രമേ ആശയക്കുഴപ്പത്തിൽ തളച്ചിടാൻ നിങ്ങൾക്ക് സാധിക്കൂ. ഒരു കാര്യത്തിന്റെ പ്രമാണങ്ങളും വ്യക്തതകളും പറയാതെ നാട്ടിൽ അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, മുമ്പ് ഇങ്ങനെയല്ലേ എന്നുള്ള പൂർവികരെ കുറിച്ചല്ലാത്ത മറ്റു കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്ന
ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ സാധിച്ചേക്കാം. പക്ഷേ സാധ്യമല്ല. പ്രമാണങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ആരിലുണ്ടായോ അവിടെ വ്യക്തമായി ആളുകൾ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് കാണുവാൻ പറ്റും. നമ്മുടെ ഈ പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന, റഹ്മാനായ റബ്ബിനെ പേടിക്കുന്ന, ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത്. ഇത് തർക്കത്തിന്റെ വിഷയമല്ല. ഇവിടെ തർക്കിക്കാൻ വേണ്ടിയല്ല ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇത് ജയപരാജയത്തിന്റെ വിഷയവുമല്ല. ഇത് ദീനിന്റെ വിഷയമാണ്. ഇത് ഖബറിന്റെ വിഷയമാണ്. മരിച്ചാൽ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. ജീവിതത്തിൽ ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ജീവിതത്തിൽ വന്നാൽ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നവന്റെ അവരെയാണ് ലക്ഷ്യം വെച്ച് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ രണ്ട് വിഭാഗത്തെ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിച്ചതിന് ശേഷം റഹ്മാനായ റബ്ബ് മരണമെന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയെ പൂർണ്ണമായി നശിപ്പിക്കുകയും നരകത്തിലുള്ളവർക്ക് ശാശ്വതമായ നരക ജീവിതവും സ്വർഗത്തിലുള്ളവർക്ക് സ്വർഗീയ ജീവിതവും നിങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികൾക്ക് നൽകുന്ന ഒരു അവസരമുണ്ട്. ആരുടെയെങ്കിലും മനസ്സിൽ ഖാലിസായിക്കൊണ്ട്, നിഷ്കളങ്കമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുവരൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞതായി പഠിപ്പിച്ചിട്ടുണ്ട്. അത്രമാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടാവൂ എന്ന അല്ലാഹുവിന്റെ ഫാത്തിഹ സൂറത്തിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ ആദർശം ഈ കേരളത്തിൽ പറയുക എന്നതാണ്. അതിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നുള്ളത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ഖുർആനിലെയോ ഹദീസിലെയോ ഏതെങ്കിലും ഒരു കാര്യം എങ്ങാനും നിരസിക്കുകയോ നിരാകരിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ അത് വലിയ പാതകമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് വിസ്ഡം എന്ന ഒരു പ്രസ്ഥാനത്തെ തൗഹീദി മുന്നേറ്റത്തിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കൂടെ ഈ പ്രബോധന സംഘമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇവരെ നമ്മൾ തിരിച്ചറിയണം. ഇവർ ഉപരിവിപ്ലവമായി മാത്രമാണ് കാര്യങ്ങൾ കാണുന്നത്. ഉപരിവിപ്ലവമായി കൊണ്ടാണ് ഈ ഇസ്ലാമിനെ അവർ പവിത്രമായല്ല കാണുന്നത്, മറിച്ച് ഉപരിവിപ്ലവമായി തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണുന്നത്. പലതും വൈരുദ്ധ്യമാണ്. ഇൻഷാ അല്ലാഹ് ആ വൈരുദ്ധ്യങ്ങൾ അക്കമിട്ടുകൊണ്ട് മൂസ സ്വലാഹി ഇവിടെ വിശദീകരിക്കുക തന്നെ ചെയ്യും. തൽക്കാലം ആളുകളെ കയ്യിലെടുക്കാനുള്ള വാക്കുപാറ്റുകൾ അവർക്ക് ഉണ്ടായേക്കാം. ഇത് ദീനാണെന്ന് മറന്നുള്ള സംസാരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടത്. അതുകൊണ്ടാണ് വൈകാരികമായി സംസാരിക്കുന്നത്. പ്രമാണങ്ങളോട് ആരൊക്കെ എതിരായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കെതിരെ ഇത് സംസാരിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ദീനിന്റെ പേരിലാണ് പരസ്പരം സ്നേഹിക്കേണ്ടത്, ദീനിന്റെ വിഷയത്തിലാണ് പരസ്പരം സ്നേഹിക്കേണ്ടത്. അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലാണ് ഇഷ്ടം. വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിനെതിരാകുമ്പോഴാണ് ദേഷ്യം വരുന്നത്, അവരോട് ഇഷ്ടക്കേടുണ്ടാകുന്നത്. ഒരിക്കലും വെറുപ്പിന്റെ വർത്തമാനമല്ല, മറിച്ച് പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ശരിയല്ലെന്നും നാളെ പരലോകത്ത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുമുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം പ്രോഗ്രാമുകൾ ഉണ്ടാകുന്നത്. ഇത് രാഷ്ട്രീയ പ്രോഗ്രാം അല്ലല്ലോ സഹോദരങ്ങളെ, ഇത് മതമല്ലേ, മതപരമായ കാര്യമല്ലേ. നമുക്ക് മതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമോ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്റെ വാക്കുകളെ തങ്ങളുടെ തന്നിഷ്ടപ്രകാരം മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റുന്നത് ഈ നാട്ടിലെ മറ്റുള്ള കാര്യങ്ങളാണ്, രാഷ്ട്രീയ കാര്യങ്ങളാണ്. നമുക്കറിയാം, തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നേടാൻ പല രാഷ്ട്രീയക്കാരും പല വേഷങ്ങളും ധരിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന PC ജോർജിന്റെ നമ്മൾ കേട്ടു. എന്താ പ്രസ്താവന? ഈ ഭൂമിയിൽ, ഈ കേരളത്തിൽ, അല്ലെങ്കിൽ ഈ നാട്ടിൽ, ഇന്ത്യയിൽ തന്നെ ജനിച്ചു വീഴുന്ന ഓരോ മുസ്ലിമും ഭീകരവാദികളാണ് അല്ലേ? ആ മനുഷ്യൻ പറഞ്ഞില്ലേ,
എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ്. അദ്ദേഹം തിരുത്തി. അത് രാഷ്ട്രീയമാണ്. പക്ഷേ അതിനു മുൻപ് ഈരാറ്റുപേട്ടയിൽ ആ മനുഷ്യൻ മത്സരിച്ചൊരു കാലമുണ്ടായിരുന്നു. അന്ന് മുസ്ലിമീങ്ങളുടെ വോട്ട് പിടിച്ചെടുക്കുവാൻ വേണ്ടി, മുസ്ലിമീങ്ങളുടെ വോട്ട് നേടുവാൻ വേണ്ടി അന്ന് അദ്ദേഹത്തിന് ഖുർആൻ പ്രമാണമായിരുന്നു, ഹദീസ് ഇഷ്ടമുള്ളതായിരുന്നു, പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. വേദികളിൽ ഘോരഘോരം പ്രസംഗിച്ചത് നമുക്ക് കേൾക്കുവാൻ പറ്റും. എന്തേ അത് മാറ്റി പറഞ്ഞത്? അദ്ദേഹം BJP-യിലേക്ക് പോയി. ആ BJP-യിലേക്ക് പോയാൽ അവിടെ മുസ്ലിമീങ്ങളുടെ വോട്ട് ലഭിക്കുകയില്ല. ഇനി തനിക്ക് വോട്ട് ലഭിക്കണമെങ്കിൽ അവരുടെ ശത്രുക്കളായ മുസ്ലിമീങ്ങൾ എന്റെയും കൂടി ശത്രുവാണ് എന്ന് മാലോകർ അറിയിക്കണം. അല്ലെ, ഇത് ഇരട്ടത്താപ്പാണ് സഹോദരങ്ങളെ. വോട്ട് നേടാനുള്ള താല്പര്യമാണ്. ഇതുപോലെ തങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, തങ്ങളുടെ അവസരങ്ങൾക്കനുസരിച്ച് ഈ കാര്യങ്ങൾ മാറ്റുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പോലെയുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, ഈ തൗഹീദി കൂട്ടായ്മക്ക് പറയാനുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയുന്നത്, ഇതല്ല മതം, ഈ രാഷ്ട്രീയമല്ല മതം. യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് മതം, സഹാബത്ത് ചെയ്തതാണ് മതം. അതനുസരിച്ച് ജീവിക്കലാണ്, അത് പ്രബോധനം ചെയ്യലാണ് ഒരു വിശ്വാസിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം. 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം ഈ കേരള മണ്ണിൽ പ്രബോധനം ചെയ്തത് തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധക വിഭാഗമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് ഇന്ന് പറയാനുള്ളത്, അത് അന്നു മുതൽ പറഞ്ഞിട്ടുണ്ട്. പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങളുണ്ടായ 1999 പറഞ്ഞിട്ടുണ്ട്, 2000 പറഞ്ഞിട്ടുണ്ട്. ഈ കേരളത്തിൽ നമുക്ക് പറയാനുള്ളത് പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രമാണ്, സഹാബത്ത് ജീവിതത്തിൽ പകർത്തിയത് മാത്രമാണ്. 100 കൊല്ലം ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ ഏതൊരു വിഷയമാണോ പ്രബോധനം ചെയ്തത് അത് പറയാൻ മാത്രമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ തൗഹീദിനു വേണ്ടി നമ്മുടെ പ്രവർത്തകർ വാദിക്കുകയും നാട്ടിൽ പ്രബോധനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2014-ലും 2015-ലും നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് മാറ്റി പറയാൻ ഒന്നുമില്ല. വ്യക്തികൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷേ ഒരു പ്രസ്ഥാനത്തിന് ആശയക്കുഴപ്പം ഉണ്ടാവില്ല. കാരണം അതിനൊരു ആദർശമുണ്ട്. നോക്കൂ, നിങ്ങൾ പ്രവാചകനിൽ നിന്ന് തുടങ്ങി കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾ സജീവമായ ഒരു കാലത്തും KM മൗലവിയും അതുപോലെ തന്നെ വക്കം മൗലവിയും ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഖുർആനും ഹദീസും സലഫിന്റെ മനഹജ് അനുസരിച്ച് വ്യാഖ്യാനിച്ചും പറഞ്ഞും പഠിപ്പിച്ചും വന്ന ആ പാരമ്പര്യം നമുക്കാണ് പറയാനുള്ളത് എന്നർത്ഥം. നമുക്ക് സന്ദർഭത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും മാറ്റി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല, അത് പറയുകയും ഇല്ല. കാരണം ഇത് ദീനാണ്. ഈ കൂട്ടായ്മ സഹോദരങ്ങളെ അള്ളാഹുവിനെ ബോധ്യപ്പെട്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന്, പ്രവാചകന്റെ തിരുവചനങ്ങളിൽ നിന്ന് നാളെ പരലോകമുണ്ട്, വിചാരണയുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെട്ടവരാണ്. ആ ബോധ്യപ്പെട്ട നിമിഷം മുതൽ, അത് ബോധ്യപ്പെടാൻ ബുദ്ധി ഉപയോഗിച്ച് പ്രമാണങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കിയ ആ നാൾ മുതൽ പിന്നീട് തങ്ങളുടെ ചിന്തകൾക്ക് ബുദ്ധിയേക്കാൾ പ്രധാനമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രമാണങ്ങൾക്കാണ്. ഖുർആനിലും ഹദീസിലും അള്ളാഹുവിൻ്റെ പ്രവാചകന് വഹി ലഭിച്ചുകൊണ്ടാണ് ഒരു കാര്യം വന്നത് എങ്കിൽ, തൻ്റെ ബുദ്ധിക്ക് യോജിച്ചില്ലെങ്കിലും, തൻ്റെ സന്ദർഭത്തിന് യോജിക്കാത്തതാണ് എങ്കിലും, നാട്ടിൽ അത് നടപ്പില്ലാത്തതാണ് എങ്കിലും, പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായ ഹദീസാണോ, വിശുദ്ധ ഖുർആനിലെ ഒരു ചരിത്ര സംഭവമാണോ വിശ്വസിക്കും. കാരണം ബുദ്ധിക്ക് തെറ്റുപറ്റാം, അള്ളാഹുവിന് തെറ്റുപറ്റില്ല. ആ അള്ളാഹുവാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പ്രവാചകന് വഹ്യു നൽകിയത്. ആ വഹയിലുള്ളത് മുഴുവൻ തനിക്ക് ബുദ്ധിക്ക് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും അത് സ്വീകരിക്കും. കാരണം അവൻ തൻ്റെ ബുദ്ധിയെ അതിന് വികാസത്തിലേക്ക്, അറിവിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുക എന്നർത്ഥം. അപ്പോ ഇവിടെ ആക്ഷേപം വരും, ഇവർ ചിന്തിക്കാത്തവരാണ്, ബുദ്ധി കൊടുക്കാത്തവരാണ്, അധമന്മാരാണ് എന്ന്. അതെ, അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. സഹോദരങ്ങളെ,
ഇവിടെ സലഫിന്റെ മാർഗം സ്വീകരിക്കണം. എന്താ സലഫിന്റെ മാർഗം? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവതീർണമായ പ്രവാചക കാലഘട്ടത്തിൽ പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന സ്വഹാബത്ത് ആ ഖുർആനും ഹദീസും അനുസരിച്ച് എങ്ങനെ ജീവിച്ച മാതൃക കാണിച്ചു എന്ന പരിശോധന, അത് മനസ്സിലാക്കുന്നതിനാണ് സലഫിന്റെ മാർഗം എന്ന് പറയുന്നത്. ആ മനഹജു സലഫ് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ആക്ഷേപം എന്താണെന്ന് അറിയോ? സമസ്തയേക്കാൾ മോശമാണ് ഇവർ എന്നാണ്. അല്ലേ? ഷിയായിസത്തിന്റെ ഭാണ്ഡവും പേറി ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന 2 3 അതിലധികമോ കക്ഷികളുള്ള സമസ്ത എന്ന പേരിൽ അറിയപ്പെടുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഭാഗമേ അല്ല. അതിലേക്ക് ചേർത്ത് പറയുമ്പോൾ നെഞ്ചിൽ ആദർശമുള്ളവർ ഒന്ന് പ്രതികരിക്കും. അത് മാത്രമാണ് ഈ പ്രോഗ്രാം. അതുകൊണ്ട് സലഫിന്റെ മനഹജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തള്ളാൻ പറ്റും. കാരണം നിങ്ങൾ ബുദ്ധിക്കനുസരിച്ച് പ്രമാണങ്ങൾ സ്വീകരിക്കുന്നവരാണ്, അല്ലേ? എന്നാൽ സലഫിന്റെ മാർഗമനുസരിച്ച് പ്രമാണങ്ങളെ നോക്കിക്കാണുന്നവർ അത് 14 നൂറ്റാണ്ടായി അതിന്റെ പാരമ്പര്യമുള്ളവരാണ്. എന്നാൽ നിങ്ങൾക്ക് ചില പാരമ്പര്യങ്ങളുണ്ട്. മുൻകഴിഞ്ഞ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിൽ നിന്ന് തെറ്റിദ്ധരിച്ചു പോയ കുറേയധികം കക്ഷികൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ അതേ ചിന്തയുള്ളവർ അല്ല, അവരിൽ നിന്ന് ചിന്തകൾ കടമെടുത്തവരാണ് നിങ്ങൾ. അതാണ് പ്രശ്നം. നിങ്ങൾക്കല്ല പാരമ്പര്യം, ഈ സലഫി കൂട്ടായ്മക്കാണ് പാരമ്പര്യം എന്ന് നമ്മൾ അറിയണം. നോക്കൂ, നിങ്ങൾ ഖുർആനിലും ഹദീസിലും ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ ദീൻ എന്ന നിലക്ക് അത് ഒരുപോലെ സ്വീകരിക്കണം എന്നതാണ് സലഫിന്റെ മാർഗം. ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ ഒരു വിധിവിലക്ക് വന്നാൽ, ഒരു കാര്യം വന്നാൽ അത് പ്രമാണമായി ജീവിതത്തിൽ ഹലാലായി ഹറാമായി നിങ്ങൾ സ്വീകരിക്കണം എന്നതാണ് സലഫ് എന്നും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറയുന്നതോ ഖുർആൻ 1-ാം പ്രമാണമാണ്, നമ്മളും അംഗീകരിക്കുന്നു. ഹദീസ് 2-ാമത്തെ ഒരു പ്രമാണമാണ്, ആർക്കാണ് തർക്കമുള്ളത്? പക്ഷേ ഖുർആനിലും ഹദീസിലും വന്നത് ഒരുപോലെ സ്വീകരിക്കണം എന്നിടത്താണ് നിങ്ങൾക്ക് തർക്കമുള്ളത്, അല്ലേ? നിങ്ങൾ പറയുന്നു സ്വീകരിക്കേണ്ടതില്ല എന്ന്. അവിടെയാണ് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. സഹോദരങ്ങളെ, ഹദീസിലും ഖുർആനും ഒരുപോലെയാക്കി എന്ന് ആക്ഷേപിക്കുമ്പോൾ നമ്മൾ അറിയണം പ്രമാണങ്ങളോടുള്ള സമീപനം നിങ്ങൾക്ക് പിഴച്ചിട്ടുണ്ട് എന്ന് നാം അറിയുക. പ്രമാണങ്ങളെ തള്ളിക്കൊണ്ടുള്ള ഒരു തൗഹീദ് ഇല്ല, പ്രമാണങ്ങളെ തള്ളിക്കൊണ്ടുള്ള ഒരു തൗഹീദ് ഇല്ല. എന്നാൽ തൗഹീദ് സ്വീകരിക്കാൻ പ്രമാണങ്ങളെ തള്ളേണ്ടതും ഇല്ല. ഈ മുജാഹിദ് പ്രസ്ഥാനം പ്രമാണങ്ങളെ തള്ളിയിട്ടില്ല. എന്നാൽ ഇവർക്ക് അവരുടെ തൗഹീദ്, അതിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഹദീസുകൾ തള്ളേണ്ടി വന്നിരിക്കുന്നു. ഹദീസുകൾ തള്ളേണ്ടി വന്നിരിക്കുന്നു. 3000-ഓളം ഹദീസുകൾ ഇവർക്ക് അന്യമായി കൊണ്ടിരിക്കുന്നു. അമാനി മൗലിയുടെ തഫ്സീറിന്റെ വിശദീകരണം വായിക്കാൻ ഇവർക്ക് ഭയമായിരിക്കുന്നു. എന്തേ കാരണം? അവർ പുതിയ തൗഹീദ് ഉണ്ടാക്കി എന്നർത്ഥം. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി അവർ ഉദ്ധരിച്ച ആ ഹദീസ് ഉണ്ടല്ലോ, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്, ആ ഹദീസുകൾ തള്ളിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇന്ന് നിർഭയത്വം ഉണ്ടാകൂ. അത്രമാത്രം ഭയപ്പാടിലാണ് അവർ ഉള്ളത് എന്നറിയണം. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാം വ്യക്തതയോടുകൂടി തെളിവോടുകൂടി ഇവിടെ വിശദീകരിക്കപ്പെടുകയാണ്. ആ വിശദീകരണം നിങ്ങൾ കേൾക്കണം എന്നാണ് പറയാനുള്ളത്. നല്ല മനസ്സോടുകൂടി, തർക്കത്തിന്റെ ഭാഷയല്ല. പ്രമാണത്തിൽ എന്താണ്, ആര് പറയുന്നു എന്നതല്ല, പ്രമാണം എന്താണ് എന്നത് നമ്മൾ അറിയണം, അതിന് നിങ്ങൾ പഠിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, സൂര്യൻ അത് ഉദിക്കുന്നത് വരെ മാത്രമേ നക്ഷത്രങ്ങൾക്ക് തിളക്കമുണ്ടാകൂ. സത്യം വരുന്നതുവരെ മാത്രമേ അസത്യത്തിന് നിലനിൽപ്പുണ്ടാകൂ. വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് നിങ്ങൾക്കറിയാം. അവിടെയാണ് ആക്ഷേപങ്ങൾ കൊണ്ട് നിങ്ങൾ ഊരു ചുറ്റുന്നത്. പ്രമാണമായി വായിക്കാൻ 14 നൂറ്റാണ്ട് മുമ്പുള്ള പ്രവാചകന്റെ തിരുസുന്നത്തിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ തയ്യാറായാൽ ഖുർആനും ഹദീസും നമ്മൾ പറയുന്നത് പോലെ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടി വരും. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്ര പാരമ്പര്യം ഏറ്റെടുക്കാൻ നിങ്ങൾ മുജാഹിദാണ് എന്ന് 1000 വട്ടം ആവർത്തിച്ചാലും നിങ്ങൾ മുജാഹിദാവില്ല. കാരണം നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആചാരവും നിങ്ങളുടെ പ്രമാണങ്ങളോടുള്ള സമീപനവും പിഴച്ചു പോയിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, തിരുത്തുവാനുള്ള അവസരം അള്ളാഹു നൽകുമ്പോൾ
അതിനെ ഒന്ന് കാതുകൊടുത്ത് മനസ്സുകൊടുത്ത് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്ന് കേൾക്കാൻ, ഏതെങ്കിലും ഒരു ക്ലിപ്പിന്റെ ഒരു ഭാഗം കേൾക്കുന്നതിന് പകരം അതിന് മുന്നിലും പിന്നിലും ഒന്ന് കേൾക്കാൻ, ഒരു ലേഖനത്തിന്റെ ഒരു വരി കേൾക്കുന്നതിന് മുമ്പ് ആ ലേഖനം മുഴുവൻ വായിക്കാൻ, നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആയത്തിന്റെ മുഴുവൻ തഫ്സീറും ഒന്ന് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറായാൽ വിശ്വാസരംഗത്ത് നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ തിരുത്തുവാൻ പറ്റും. നിങ്ങളെ മുജാഹിദല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ മുജാഹിദല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ മുജാഹിദുകളാണ്, പക്ഷേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. തിരുത്തുവാനുള്ള ഈ അവസരത്തെ സമ്പൂർണ്ണമായി ശ്രദ്ധയോടുകൂടി കേൾക്കണേ എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉച്ചരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.